പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് 43 വർഷത്തെ സേവന പാരമ്പര്യവുമായി വടക്കാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ജൈത്രയാത്ര തുടരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ ബ്രാൻഡഡ് അരികൾ, പരിപ്പ്, വൻപയർ, ശർക്കര, പഞ്ചസാര തുടങ്ങി പലചരക്ക് സാധനങ്ങളും ബ്രാൻഡഡ് കറി പൗഡറുകളും പാലട മിക്സ്, പരിപ്പ്, പായസ മിക്സ് തുടങ്ങിയവയും ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധത്തിലുള്ള ബിരിയാണി അരികൾക്ക് ആവശ്യമായ ബ്രാൻഡഡ് ബിരിയാണി റൈസ്, സ്പൈസസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് തുടങ്ങിയവയും പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വാട്സ്ആപ്പ് കോൾ മതി സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കോൺടാക്ട് 9238551902 9496348212. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ചലച്ചിത്ര താരം എന്ന പദവിയിൽ നിന്നും കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയരുകയാണ് സുരേഷ് ഗോപി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി BJPയിൽ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ മന്ത്രിപദം ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല. എന്നിട്ടും മന്ത്രിസ്ഥാനം വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയായ സിനിമ തന്നെയാണ്. മന്ത്രിപദം തന്നെ വേണ്ടെന്ന് വെക്കാൻ സുരേഷ് ഗോപിയെ പ്രേരിപ്പിച്ച ആ ചിത്രങ്ങൾ അത്ര ഗംഭീരമാണ്. തന്റെ വരുമാനമാർഗം സിനിമയാണെന്നും അത് തുടരുമെന്നും ആവർത്തിക്കുന്നു. ഇനി ചെയ്യാനിരിക്കുന്നത് 4 ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ഇതിലാദ്യത്തേത്. മഹേഷ് നാരായണൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഏപ്രിലിൽ ആരംഭിക്കാനിരിക്കുന്നതാണെങ്കിലും തിരഞ്ഞെടുപ്പും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോവുകയായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന 70 കോടി ബഡ്ജറ്റിന്റെ സിനിമയാണ് അടുത്തത്. പത്മനാഭസ്വാമിക്ക് ആരമൊരുക്കുന്നതാണ് ഈ ചിത്രം. സുരേഷ് ഗോപിയുടെ ക്രൈം ത്രില്ലർ ചിന്താമണി കൊലക്കേസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് താരം ഏറ്റിരിക്കുന്ന 3ാമത്തെ ചിത്രം. LK എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗം ഒരുക്കിയ ഷാജി കൈലാസ് തന്നെയാണ്. താരം ചെയ്യാമെന്നേറ്റിരിക്കുന്ന 4ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നതും ഷാജി കൈലാസ് തന്നെയാണ്. ഗോകുലം ഗോപാലിന്റെ മറ്റ് 2 സിനിമകൾ കൂടിയുണ്ട്. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം, പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായ ചിത്രീകരണം പൂർത്തിയായ 2 സിനിമകൾ. വിന്നലിൽ തുടങ്ങി നായകനായി പോലീസ് വേഷങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ പദവി. മലയാള സിനിമയിൽ അരങ്ങു തകർത്ത സുരേഷ് ഗോപി ആ ഹീറോ പദവിയിൽ വർഷങ്ങളോളം തുടർന്നു. 1997 കളിയാട്ടത്തിലൂടെ മികച്ച നടനായി. നടനാവില്ലെന്ന് വിലയിരുത്തിയവർക്ക് മുന്നിൽ സൂപ്പർ താരമായി മാറി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിൽ വീണ്ടും സജീവമായി. അതിനിടയിൽ രാഷ്ട്രീയ പ്രവേശനം. കേരളത്തിൽ വലിയ സ്വാധീനമില്ലാതിരുന്ന BJPയുടെ ഭാഗമായി. 2016 രാജ്യസഭയിലേക്ക്. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി രചനയും സംവിധാനം നിർവഹിച്ച വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി വീണ്ടും വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് നിതിൻ രഞ്ജീത് പണിക്കർ സംവിധാനത്തിലൊരുങ്ങിയ കാവലിലൂടെ മടങ്ങിവരവിനെ ഒന്നുകൂടി മോടികൂട്ടി. ഇപ്പോൾ സുരേഷ് ഗോപിയെ തേടിയെത്തിയിരിക്കുന്നതും വമ്പൻ പ്രൊജക്റ്റുകൾ തന്നെയാണ്. അതിനാൽ രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് സുരേഷ് ഗോപി. തൃശൂർ കൈവെള്ളയിലെടുത്ത സുരേഷ് ഗോപിക്ക് വീണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കാനാകുമോ എന്നതാണ് അടുത്ത വലിയ ചലഞ്ച്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.